പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പുരുഷന്മാർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്കിലും സ്ത്രീകളും ഇത് കണ്ട് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പുരുഷന്മാരെ അപേക്ഷിച്ച് ഏറ്റവും അവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലിംഗത്തിന്റെ വലിപ്പമാണ്. പ്രത്യേകിച്ച് മലയാളി പുരുഷന്മാർക്ക് കുറെ അശ്ലീല വീഡിയോ ഒക്കെ കണ്ടിട്ട് തങ്ങളുടെ ലിംഗത്തിന് അത്രയും വലിപ്പമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഒട്ടുമിക്ക പുരുഷന്മാർക്കുമുണ്ട്. ഇന്നത്തെ വീഡിയോ പുരുഷലിംഗത്തിന് ഏറ്റവും നീളമുള്ള രാജ്യക്കാർ ഏതാണ് എന്നതിനെ കുറിച്ചാണ്. ഇതൊരു സർവേയുടെ റിപ്പോർട്ടാണ്. ഡേറ്റ പാണ്ടാസ് എന്ന ഒരു സംഘടനയാണ് ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ മലയാളികൾക്കുള്ള കുറച്ച് ആശങ്കകളൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷലിംഗത്തിന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശരാശരി നീളമുള്ളത് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലാണെന്നാണ് പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഉദ്ധാരണ സമയത്ത് സുഡാനിലെ പുരുഷന്മാരുടെ ശരാശരി ലിംഗ നീളം 7.07 ഇഞ്ചാണെന്നാണ് പറയുന്നത്. അതായത് 17.95 സെന്റിമീറ്റർ. ഡേറ്റ പാണ്ടാസ് എന്ന സംഘടന നടത്തിയ പഠനത്തിലാണിത് പറയുന്നത്. ആഗോള ശരാശരിയായ 5.1 മുതൽ 5.5 ഇഞ്ചിനേക്കാൾ ഏതാണ്ട് 2 ഇഞ്ച് നീളം കൂടുതലാണ് ഈ രാജ്യക്കാർക്കുള്ളത്. രാജ്യാന്തര തലത്തിൽ നടത്തിയ ചില പഠനങ്ങളുടെ ഡേറ്റ ക്രോഡീകരിച്ചാണ് ഡേറ്റ പാണ്ടാസ് ഈ റാങ്കിംഗ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ സെക്ഷൽ മെഡിസിൻ ജേണൽ പഠന റിപ്പോർട്ട് ഇത് പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2ാം സ്ഥാനത്ത് മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് ഉള്ളത്. ഇവിടുത്തെ പുരുഷന്മാർക്ക് ശരാശരി 7.05 ഇഞ്ചാണ് ഇവിടുത്തെ പുരുഷന്മാരുടെ ലിംഗത്തിന്റെ നീളം. അടുത്തതായി ഇക്വഡോർ. അവിടെയുള്ള പുരുഷന്മാരുടെ ലിംഗത്തിന്റെ നീളം എന്ന് പറയുന്നത് 6.93 ഇഞ്ചാണ്. റിപ്പബ്ലിക് ഓഫ് കോങ്കോ 6.83 ഇഞ്ച്. ഘാനയിലെ പുരുഷന്മാർക്ക് 6.81 ഇഞ്ച് എന്നിവയാണ് ആദ്യ 5ലുള്ള മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ശരാശരി 5.09 ഇഞ്ച് നീളവുമായി, അതായത് 12.93 സെന്റിമീറ്റർ നീളവുമായി പട്ടികയിൽ 105ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് ഓർക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം 105ാം സ്ഥാനത്താണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ലിംഗത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നർത്ഥം. നമ്മളുടെ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഖാനാക്കാരുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സുഡാനിലെ ആൾക്കാരുടെയൊക്കെ ലിംഗത്തിന്റെ വലിപ്പമൊക്കെ ചില അശ്ലീല വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവരുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അത് നോക്കുമ്പോഴത്തേന് നമുക്ക് ശരിക്കും നിരാശയായിരിക്കും ഫലം. പക്ഷെ ഇതാണ് സത്യം. ഇനിയും കുറെ രാജ്യങ്ങളുടെ പറയാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 105ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് പിന്നിലുള്ളത് 106ാം സ്ഥാനത്തുള്ള ചൈനയും പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് തായ്ലൻഡാണ്. 3.72 ഇഞ്ചാണ് തായ്ലൻഡിലെ പുരുഷന്മാരുടെ ലിംഗത്തിന്റെ ശരാശരി നീളം. ഉത്തര കൊറിയ, കംബോഡിയ, നേപ്പാൾ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും പുരുഷലിംഗത്തിന്റെ ശരാശരി നീളത്തിന്റെ കാര്യത്തിൽ പിന്നിലാണ്. പട്ടികയിൽ അമേരിക്ക 68ാം സ്ഥാനത്തും UK 60ാം സ്ഥാനത്തും കാനഡ 74ാം സ്ഥാനത്തുമാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പുരുഷന്മാരുടെ ശരാശരി ലിംഗ നീളം, അതായത് ഇന്ത്യയിലെ പുരുഷന്മാരുടെ ശരാശരി ലിംഗ നീളം എന്ന് പറയുന്നത് 5.09 ഇഞ്ചാണ്. അപ്പോൾ ഇതാണ് ശരാശരി ഇന്ത്യക്കാരുടെ ലിംഗ നീളം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില ആളുകളിൽ 6 ഇഞ്ച് 7 ഇഞ്ച് ഒക്കെയുള്ള നീളമുള്ള ലിംഗങ്ങളുണ്ട്. അത് റെയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ശരാശരി നീളം മാത്രം നോക്കിയേ നമ്മൾ അനലൈസ് ചെയ്യാവുള്ളൂ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉദ്ധരിക്കുമ്പോൾ വെറും 4 ഇഞ്ച് നീളം മാത്രമേ ഉള്ളെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ലൈംഗിക ബന്ധം സാധ്യമാകും എന്നുള്ളതാണ് വേറൊരു പഠനത്തിൽ പറയുന്നത്. കാരണം സ്ത്രീയുടെ യോനിക്കുള്ളിൽ വെറും 2 ഇഞ്ച് നീള വ്യത്യാസത്തിലാണ് ലൈംഗിക ഉത്തേജനത്തിന്റെ സംവേദനക്ഷമതയുള്ള ഭാഗം, അതായത് ഞരമ്പുകളൊക്കെ, ഉത്തേജനത്തിന്റെ ഞരമ്പുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് വെറും 2 ഇഞ്ച് നീളമുള്ള ഭാഗത്താണ്. അതുകൊണ്ട് ഉദ്ധരിക്കുമ്പോൾ 4 ഇഞ്ച് വലിപ്പമോ അല്ല 8 ഇഞ്ച് വലിപ്പമോ ആണെങ്കിൽ കൂടെയും സ്ത്രീക്ക് കിട്ടുന്ന സുഖം ഒരുപോലെ ആയിരിക്കും.
ഒരുപാട് വലിപ്പമുള്ള ലിംഗം യോനിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സ്ത്രീകൾക്ക് കൂടുതൽ വേദനയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് പല പഠനത്തിലും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പുരുഷന്മാർ വെറുതെ വേവലാതിപ്പെടുകയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുകയാണ്. സ്ത്രീകള് എന്റെ ലിംഗം കണ്ടു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും പോരായ്മ തോന്നുമോ, അവർക്ക് തൃപ്തി വരുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ പുരുഷനെ അനാവശ്യമായിട്ട് അലട്ടും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഇത് കേൾക്കുന്ന സ്ത്രീകൾക്കും അറിയാം, പുരുഷന്റെ ലിംഗത്തിന്റെ വലിപ്പത്തെ കുറിച്ച് അവർ ബോധേഡല്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ലൈംഗിക ബന്ധത്തെക്കാൾ കൂടുതൽ അവർക്ക് ഫോർപ്ലേയിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഫോർപ്ലേയിലൂടെയാണ് കൂടുതൽ പേരും രതിമൂർച്ചയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് സത്യം. അത് നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും വിരലുകൾ കൊണ്ടും ഒക്കെ ഉള്ള ഫോർപ്ലേ വഴിയാണ് കൂടുതൽ സ്ത്രീകളും രതിമൂർച്ചയിലേക്ക് എത്തുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഒരേ സമയം പുരുഷനും സ്ത്രീക്കും ഒരേ സമയം രതിമൂർച്ചയിൽ എത്തുന്നത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടുപേർക്കും ഒരേപോലെ സ്ഖലനം സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതലും അവരുടെ ആ ഒരു ഉത്തേജനം കിട്ടുന്നത് മുഴുവൻ ഫോർപ്ലേയിലൂടെയാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് മിക്ക വീഡിയോസിലും ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം സ്ത്രീയെ നന്നായിട്ട് ഉത്തേജിപ്പിക്കുക. അത് ലൈംഗിക പൂർവ്വകേളിയിലൂടെ വേണം ഉത്തേജിപ്പിച്ച് അവളെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ. അല്ലാതെ പുരുഷൻ നേരെ വന്ന് യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും ഉത്തേജനം ഒന്നും കിട്ടുകയില്ല. അതാണ് സത്യം. അവിടെ ലിംഗത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ത്രീകൾ ശ്രദ്ധിക്കാറുമില്ല. പുരുഷൻ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേസമയം വേറെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കിടയിൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് ലിംഗവലിപ്പം കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ഈ ചിലരെ സ്കെൽറ്റൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും അവരുടെ ലിംഗത്തിന് നല്ല വലിപ്പമുണ്ട് എന്നാണ് ഈ ഇന്ത്യയിൽ ചില പഠനങ്ങൾ നടത്തിയതിൽ വെളിപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നല്ല വണ്ണമുള്ള ആൾക്കാരുടെ ലിംഗത്തിന് വലിപ്പം കുറവായിരിക്കും, അതേസമയം കുറച്ച് മെലിഞ്ഞിരിക്കുന്നവരുടെ ലിംഗത്തിന് വലിപ്പം കൂടുതലായിരിക്കും എന്ന് ചില പഠനങ്ങളിൽ, ചില സർവേകളിലൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഭൂരിഭാഗം പഠനങ്ങളിലും പറയുന്നത് മെലിഞ്ഞിരിക്കുന്നവർക്ക് ലിംഗവലിപ്പം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇക്വഡോറിലെയൊക്കെ രാജ്യത്തെ ആൾക്കാരുടെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെയൊക്കെ ആൾക്കാരുടെ ആ ഒരു വലിപ്പത്തിലൊന്നും ഇന്ത്യക്കാർക്കുണ്ടാവില്ല. എന്നാൽ പോലും സാധാരണയിൽ നിന്നും മെലിഞ്ഞിരിക്കുന്നവർക്ക് കൂടുതൽ ലിംഗവലിപ്പം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലിംഗവലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയുള്ള മരുന്നുകളും ഒക്കെ അല്ലെങ്കിൽ ശസ്ത്രക്രിയകളും ഒക്കെ ധാരാളം പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ലിംഗത്തിന്റെ വലിപ്പം കൂട്ടാനായി ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ചില എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ, മസാജിങ് പോലെയുള്ള ഒലിവ് ഓയിലും അങ്ങനെയൊക്കെയുള്ള ഓയിലൊക്കെ ഉപയോഗിച്ചുള്ള മസാജിങ്ങിലൂടെ കുറച്ച് വലിപ്പം കൂട്ടാനാകും എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലിംഗത്തിന്റെ വലിപ്പവും ചെറിയ രീതിയിലൊക്കെ മസാജിങ്ങിലൂടെ, അതായത് ഈ എക്സസൈസ് എന്നുദ്ദേശിക്കുന്നത്, ഞാൻ ലിംഗത്തെ വെച്ച് പറയുമ്പോൾ മസാജിങ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം മസാജുകളിലൂടെ നിരന്തരമായിട്ട് ഡെയിലി ചെയ്യുമ്പോൾ, കുറച്ച് സമയത്ത് മസാജ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചൊക്കെ വലിപ്പം മാക്സിമം വെക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ കുറച്ച് എക്സസൈസുകളിലൂടെയൊക്കെ ലിംഗത്തിന്റെ വലിപ്പം ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വരും. പക്ഷേ ഈ മരുന്നുകൾ എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അതൊക്കെ നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. ആ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം തട്ടിപ്പുകളിലൊക്കെ പോയി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഈ നോർമലായിട്ടുള്ള മസാജുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന കാര്യമില്ല, അങ്ങനെ ഉണ്ടാവില്ല. നോർമലായിട്ട് പെനീസ് മസാജിൽ നമ്മളുടെ കൈകൾ കൊണ്ട് ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്ന്, അതുപോലെ പമ്പുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾ പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. പലരും ഈ ചുരുങ്ങിയ ലിംഗത്തിന്റെ, സ്വന്തം ലിംഗത്തിലേക്ക് നോക്കുമ്പോൾ ചുരുങ്ങിയ അവസ്ഥയിലുള്ള ആ വലിപ്പം കണ്ടിട്ടാണ് ഈ കൂടുതൽ പേരും ആശങ്കപ്പെടുന്നത്. പക്ഷേ ഏകദേശം 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് വലിപ്പമുള്ള ലിംഗം പോലും ചുരുങ്ങിക്കിടക്കുന്ന സമയത്ത് വളരെ വലിപ്പം കുറവായിരിക്കും. അത് കണ്ടിട്ട് ചുരുങ്ങിയ സമയത്ത് എന്റെ ലിംഗത്തിന് ഇത്രേ വലിപ്പമുള്ളൂ. പണ്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചതാണ്, ചുരുങ്ങിക്കിടക്കുമ്പോൾ എന്റെ ലിംഗത്തിന് 1 ഇഞ്ച് 2 ഇഞ്ചാണ് വലിപ്പം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മെസ്സേജുകൾ മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട്.
ആ രീതിയിൽ നിങ്ങൾ നോക്കാതെ ഉദ്ധരിച്ചു നിൽക്കുമ്പോഴുള്ള ലിംഗത്തിന്റെ വലിപ്പം മാത്രം നോക്കുക. ശരാശരി 4 ഇഞ്ച് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലുമുള്ള പേടി വേണ്ട, ആശങ്ക വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഒരുപാട് പേർക്കുള്ള സംശയത്തിന്റെ ആൻസർ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സബ്ജക്റ്റുകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.